ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാക്ക് ആൻഡ് ചീസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 300 ഗ്രാം മക്രോണീൻ്റെ പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ സ്റ്റെപ്പുകൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇനി ഇതിലേക്ക് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഈ ബട്ടർ മെൽറ്റാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ അതിലേക്ക് ഒഴിച്ചെടുത്താൽ നമ്മളെ ബട്ടർ നമുക്ക് കരിയാതെ കിട്ടും. ഇനി ഇതിവിടെ നിന്ന് ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മുടെ മെൽറ്റായ ബട്ടറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്നിങ്ങോട്ട് വഴറ്റി വന്നാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദമാവ് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ നമുക്കിതിനെ ഒന്നിങ്ങോട്ട് വേവിച്ചെടുക്കണം. ഈ മൈദ അങ്ങനെ പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ നമുക്കതിലേക്ക് ഒരു 2.5 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഈ പാലൊഴിക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് വേണം പാലൊഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം വേണം തീ ഓൺ ചെയ്ത് കൊടുക്കാൻ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാനേ പാടില്ല കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ സോസ് പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നല്ല ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ. ബട്ടറിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ബട്ടർ ഒന്നും കൂടെ മെൽറ്റായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. നമ്മുടെ ഈ റെസിപ്പിക്ക് സവാള നല്ല വാടി കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ സോട്ടായി കിട്ടിയാൽ മതി. ഒന്നിങ്ങോട്ട് വാടി വന്നാൽ നമുക്കതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്നിങ്ങോട്ട് വാടുമ്പോഴത്തേക്ക് നമുക്ക് ആ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്കിതിനൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ഈ 3 കളർ ക്യാപ്സിക്കങ്ങളും ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഷ്റൂം ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മളെ കയ്യിൽ സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ കുറച്ച് കോണും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കോൺ എപ്പോഴും ബേക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ഈ വൈറ്റ് സോസിൻ്റെ ഒക്കെ കൂടെ ചീസ്, കോണ്, വൈറ്റ് സോസ് ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അതുണ്ടെങ്കിൽ അതുകൂടെ ഇട്ടിട്ട് ഇതിനെ ഒന്നിങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഈ പച്ചക്കറികളൊക്കെ നല്ലോണം വാടണ്ട, പക്ഷെ ഒന്നിങ്ങോട്ട് വെന്ത് ആ ഒരു ക്രഞ്ചിനെസ് നഷ്ടപ്പെടാത്ത രീതിയിലാവുമ്പം നമുക്കതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ മക്രോണി ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറി പാകത്തിനൊന്നിട്ട് വാടിയിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒറിഗാനോയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം, കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചെദ്ദാർ ചീസാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ചീസ്. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മൊസറല്ല ചീസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചീസൊക്കെ ഒന്ന് ഇങ്ങോട്ട് മെൽറ്റ് ഇങ്ങോട്ട് വന്നാൽ നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സായി കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാതും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് ഇനി ഇത് ബേക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ക്രീമും മക്രോണി എല്ലാം കൂടെ ഉള്ളത് ഒരു ബേക്കിംഗ് ഡിഷിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ലോണം അത്യാവശ്യം ചെദ്ദാർ ചീസും മൊസറല്ല ചീസും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ആ ചീസൊക്കെ ഒന്നുകൊണ്ട് മെൽറ്റായി ചെറുതായിട്ട് കളർ ഇങ്ങനെ മാറി തുടങ്ങുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ടൈമൊക്കെ നമ്മുടെ ആ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാനിൽ ആദ്യം നമ്മുടെ ഈ മക്രോണിയും സോസൊക്കെ കൂടെ ഉള്ളത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് നിറയെ ചീസ് ഇട്ട് കൊടുക്കാം. 2 ചീസ് കൂടെ ഉണ്ട്, മൊസറല്ല ചീസ് കൂടെ ഉണ്ട്, ചെദ്ദാർ ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ അയണിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചെറിയ തീയിൽ ഈ നമ്മളിപ്പോൾ ചൂടാക്കി വെച്ചിട്ടുള്ള അയൺ പാനിൻ്റെ ചൂട് പോകുന്നത് വരെ അതിനെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി പാനിലും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മാക്ക് ആൻഡ് ചീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.